LDF സർക്കാരിന്റെ ഉറച്ച നിലപാടിലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുമായിരുന്നില്ല. ശില്പികൾ ഞങ്ങളാണ് എന്ന് UDF അവകാശപ്പെടുമ്പോൾ 2010-ൽ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഇട്ട കല്ലിന് മുകളിലായിരുന്നു 2015-ൽ ഉമ്മൻചാണ്ടി കല്ലിട്ടത് എന്നതാണ് LDF ഓർമ്മിപ്പിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി കമ്മീഷനിംഗ് ചെയ്യുമ്പോൾ പദ്ധതി ഞങ്ങളുടെ കുഞ്ഞാണ് എന്ന അവകാശവാദമാണ് UDF ഉന്നയിക്കുന്നത്. എന്നാൽ 1996-ൽ നയനാർ സർക്കാരിന്റെ കാലത്ത് രൂപപ്പെട്ട ആശയമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമെന്ന് LDF UDFനെ ഓർമ്മിപ്പിക്കുന്നു. 2010 ഓഗസ്റ്റിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ഉദ്ഘാടന ചിത്രം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലും പ്രതിപക്ഷത്തിന് തിരിച്ചടിയാവുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദാനിയുമായി ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥകളെയാണ് ഇടതുപക്ഷം എതിർത്തതെന്നും അല്ലാതെ പദ്ധതിയെ ഒരു ഘട്ടത്തിലും എതിർത്തിട്ടില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. അത് അദാനിക്ക് കൊടുക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അന്നേ ഞങ്ങൾ ശക്തിയായി പറഞ്ഞാണ് അന്ന് ആ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പരിപാടി മുന്നോട്ടേക്ക് പോയ പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സുകാരും BJPക്കാരും പറഞ്ഞ പോലെ ഈ പദ്ധതി ഇനി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അത് ക്രിയാത്മകമായ നിലപാടാണ് ഞങ്ങളെ. അതിൻ്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടന്നത്. അതുകൊണ്ടാണ് നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ പദ്ധതി നടപ്പിലാക്കാനും നാളെ ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചത്. 2016-ൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പദ്ധതിക്ക് പുതുജീവൻ വെച്ചു. എന്നാൽ ആ പ്രവർത്തനങ്ങളെ പോലും തുരങ്കം വയ്ക്കാൻ കലാപ ആഹ്വാനം നടത്തിയവരാണ് UDFും BJPയുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. അതായത് വിഴിഞ്ഞം പദ്ധതി ഇവിടെ അവസാനിപ്പിക്കും. വിമോചന സമരത്തിൻ്റെ തുടർച്ചയായിട്ട് വരാൻ പോവുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമം, പോലീസ് വെടിവെപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനം, വിഴിഞ്ഞം പദ്ധതിയെ ഒരു ഇഞ്ച് മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണ്, എന്ന് പറഞ്ഞത് BJP ആണ്, എന്ന് പറഞ്ഞത് UDF ആണ്, എന്ന് പറഞ്ഞത് സംഘപരിവാർ വിഭാഗമാണ്. ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ പാടില്ല എന്ന സമീപനമുള്ള പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം ആരുടെ കുഞ്ഞ് എന്നതിലും ജനങ്ങൾക്ക് സംശയമില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.